അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, കണ്ണൂര് എങ്ങനെയാണ്? ഉഷാറാണ് ഇക്കുറി. നിലനിർത്തി കോർപ്പറേഷൻ വലിയ തരംഗമായിരുന്നു, വലിയ പ്രതീക്ഷകളുണ്ട്. കണ്ണൂരും ഞങ്ങൾ കടമുഴക്കും എന്തൊക്കെയായിരുന്നു ഇടതുമുന്നണിയിലെ ചിലരൊക്കെ പറഞ്ഞിരുന്നു. ഒന്നും സംഭവിച്ചില്ല, ഒന്നും കുലുങ്ങിയില്ല. കണ്ണൂർ കോട്ട ഭദ്രമായി തന്നെ കാക്കാൻ സാധിച്ചു. ഇനി അറിയേണ്ടത് ആരായിരിക്കും? പി ഇന്ദിരയ്ക്കാണ് സാധ്യത കൽപ്പിച്ചിരുന്നത്. എന്നാൽ പി ഇന്ദിരയേക്കാൾ ശ്രീജിക്ക് സാധ്യതയേറുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കണ്ണൂരിൽ ആര് വരും നഗരസഭാധ്യക്ഷയായി? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു യു ഡി എഫിന്. കോർപ്പറേഷന്റെ ഭരണം കൈവിടുമോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ അവർ ഭയന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. കേരളത്തിലുടനീളം കണ്ട ട്രെൻഡിനൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനിലും യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത്. 2 സീറ്റ് അധികം നേടി. ഇനി എല്ലാ ചോദ്യവും ആരാണ് മേയർ എന്ന കാര്യത്തിലാണ്. പി ഇന്ദിരയെ തന്നെ മുൻനിർത്തിയായിരുന്നു കോൺഗ്രസ് യു ഡി എഫ് മത്സരത്തിന് ഇറങ്ങിയത്. പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് പി ഇന്ദിര വിജയിച്ചു കയറിയത്. അതും അവിടെ ഒരു കടുത്ത പോരാട്ടമായിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. വിമത സ്ഥാനാർത്ഥിയെ ഒക്കെ അതിജീവിച്ചായിരുന്നു ഇന്ദിരയുടെ വിജയം. പക്ഷേ നിലവിലിപ്പോൾ ചില സാധ്യതകൾ ഇന്ദിരയിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ ശ്രീജ മഠത്തിൽ മേയർ സ്ഥാനത്തേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല. അവർ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. മുണ്ടയാട് ഡിവിഷനിൽ നിന്നാണ് ശ്രീജ മഠത്തിൽ വിജയിച്ചു വന്നത്. ചില കോൺഗ്രസ് നേതൃത്വത്തിൽ ചിലർക്ക് ശ്രീജ മഠത്തിൽ മേയർ ആകുന്നതിനോടാണ് താല്പര്യം. പി ഇന്ദിര മേയർ ആകുന്നതിനോട് താല്പര്യമില്ല. ഒരു പുതിയ മുഖം മേയർ സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ ആവശ്യം. പക്ഷേ ന്യായമായും പി ഇന്ദിരയ്ക്ക് അവകാശവാദം ഉന്നയിക്കാം. കാരണം കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. കൂടാതെ കോർപ്പറേഷനിൽ പ്രവൃത്തി പരിചയമുണ്ട്. ആ ഒരു പാരമ്പര്യം കൂടി പി ഇന്ദിരയ്ക്കുണ്ട്. അതാണ് ഒരു അവകാശവാദമായി പി ഇന്ദിര മുന്നോട്ട് വയ്ക്കുക. ലിഷ ദീപകിനെ കൂടി, തായത്തെരു ഡിവിഷനിൽ നിന്ന് വിജയിച്ച ലിഷ ദീപകിന്റെ പേര് കൂടി പരിഗണനയിലുണ്ട്. ഇതിൽ നിർണായകമാവുക അരുൺകുമാർ, കെ സുധാകരൻ എം പിയുടെ തീരുമാനം തന്നെയാണ്. എങ്ങനെയാണ് ഈ മേയർ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കെ സുധാകരൻ എം പി വ്യക്തമാക്കിയതാണ്. ഏതായാലും ഇന്നത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഒരു പക്ഷേ ഒരു പുതിയ മേയർ, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പുതിയ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതേസമയം LDFിനെ സംബന്ധിച്ച് വലിയ നിരാശയാണ്. കാരണം ഒരുപാട് അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അവർ ഇക്കുറി. ഒരു പക്ഷേ കണ്ണൂർ കോർപ്പറേഷന്റെ വിജയം അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അതേസമയം അതിന് സാധിച്ചില്ല. കൂടാതെ ഈ BJPയുടെ 4 സീറ്റ് എന്നുള്ളതും ഒരു വലിയ വിജയമായി BJP അവകാശപ്പെടുന്നുണ്ട്. CPM വോട്ട് മറിച്ചു എന്നുള്ള ആരോപണവുമായി UDF ഇതിനോടകം തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്.